നസീർ, അങ്ങേ ഉൾപ്പെടെയുള്ള ഇടത് സഹയാത്രികന്മാർ എപ്പോഴും കേരളത്തിൽ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം കേൾക്കുന്നത് ഈ ഭീകരതയ്ക്ക് മതമില്ല എന്നിങ്ങനെ പറയുന്നു. ഈ ചർച്ചയിലും അങ്ങ് ആദ്യഘട്ടത്തിൽ അത് പറയുന്നുണ്ട്. പക്ഷെ നോക്കൂ, ഇപ്പോൾ നൈജീരിയയിൽ ഒരു ഭാഗത്ത് ഈ ക്രിസ്മസ് കാലത്ത് നൂറുകണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നു തള്ളുകയാണ്. ഏത് സംഘടനയാണ് അവിടെ പ്രതികൂട്ടിൽ നിൽക്കുന്നത്? അത് ബൊക്കോ ഹറാമാണ്. ബൊക്കോ ഹറാമിൻ്റെ ലക്ഷ്യം എന്താണ്? ഇസ്ലാമിക മതരാഷ്ട്രം സ്ഥാപിക്കുക. അത് നൈജീരിയയിൽ മാത്രമല്ല, സൗത്ത് ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ, ചാഡ് പോലെയുള്ള മാലി പോലെയുള്ള രാജ്യങ്ങളിൽ അവിടെയെല്ലാം ഒരു ഇസ്ലാമിക് ഖിലാഫത്ത് സ്ഥാപിക്കുക എന്നതാണ് ബൊക്കോ ഹറാമിൻ്റെ ലക്ഷ്യം. നേരെ നമ്മൾ അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തൂ. അവിടെ താലിബാന്റെ ലക്ഷ്യം എന്താണ്? അത് ഇസ്ലാമിക രാഷ്ട്രമാണ്. അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബംഗ്ലാദേശിൽ ഇപ്പോൾ പിടിമുറുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ തന്നെ ഹുക്കുമത്തെ ഇലാഹി, അള്ളാഹുവിൻ്റെ രാഷ്ട്രം എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ പിന്നെ ഈ ഭീകരതയ്ക്ക് മതമില്ല എന്ന് പറയുന്നത് നമ്മൾ ഈ ഇസ്ലാമിക ഭീകരവാദത്തെ വെള്ളപൂശലല്ലേ? ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ഖുർആനും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിക രാജ്യം രൂപീകരിക്കണമെന്ന് പറഞ്ഞ് തീവ്രവാദത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ പ്രവർത്തനം തുടങ്ങിയാൽ അത് മതത്തിൻ്റെ സൗദി അറേബ്യയിലെ, അതാണ് ഞാൻ ആദ്യമേ സൗദി അറേബ്യ പറഞ്ഞ കാര്യം. ലോകത്ത് സൗദി അറേബ്യയിലെ ഏറ്റവും മഹാപണ്ഡിതന്മാർ ഫത്വ ഇറക്കുന്ന മഹാന്മാർ ജീവിച്ചിരിക്കുന്ന സൗദി അറേബ്യ. ആ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ പറയുന്ന ഇസ്ലാമിൻ്റെ അവസാന വാക്ക്, എൻ്റെ പ്രിയ സുഹൃത്തായ VHP അദ്ദേഹം ഈ കുഴപ്പ സ്ഥലങ്ങൾ മാത്രം തിരഞ്ഞുപിടിക്കും. ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടികളെ ഒരു സൈഡിൽ നിർത്തും, പഠിക്കാത്ത കുട്ടികളെ ബാക്കി ഓരോ സൈഡിലോട്ട് നിർത്തും. അപ്പോൾ പഠിക്കുന്നവർ വിട്ട് കളഞ്ഞിട്ട് മറ്റുള്ളവർ സാറന്മാർ വഴക്ക് പറയും പോലെയും ചീത്ത വിളിക്കും പോലെ വിരട്ടും പോലെ നമ്മുടെ പദ്യം സംസാരിച്ചത്. ഇങ്ങോട്ട് നോക്കാതെ ഒരു സൈഡ് മാത്രം. സാർ, അത് നീതിയല്ല സാർ, അത് നീതിയല്ല സാർ. ഞാൻ ആങ്കറിനോട് പറയണേ, ലോകത്ത് ഇസ്ലാമിൻ്റെ ലോകത്ത് ഉള്ള ഏറ്റവും വലിയ മഹാന്മാരും ഫത്വ ഇറക്കാൻ കഴിവുള്ള മഹാപണ്ഡിത ഉലമാക്കളും ഉമറാക്കളും ജീവിച്ചിരിക്കുന്ന ഫത്വ ഇറക്കാൻ, ഫത്വ എന്ന കൽപ്പന ഇറക്കാൻ അധികാരമുള്ളത് ഈ നൈജീരിയയിലും നിങ്ങൾ പറഞ്ഞ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അല്ല, സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയെ പറയുന്ന അവസാന വാക്ക്, സൗദി അറേബ്യ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തീവ്രവാദത്തിന് എന്ന് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യ. എന്നാൽ ദുബായിൽ പോലും അല്ല. സൗദി അറേബ്യ, മക്കയും മദീനയും സ്ഥിതി ചെയ്യുന്ന നാടാണ് സൗദി അറേബ്യ, മക്കയും മദീനയും. അവിടുത്തെ പണ്ഡിതന്മാർ പറയുന്നതാണ് ഇസ്ലാമിൻ്റെ തത്വം, വാക്ക്. അവരൊന്നും എന്താണ് ആളെ കൊല്ലാനോ അല്ലെങ്കിൽ മതം വളർത്താനോ നൈജീരിയയിലെ കലാപത്തിനെ പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് കലാപകാരികൾ എവിടെയെങ്കിലും ചെയ്യുന്നത് നിങ്ങൾ മതത്തിൻ്റെ മേൽ വെച്ച് കെട്ടരുത് എന്നാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പണ്ട് മുതലേ, കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ട് വളർന്നതാണ് ആയുധം കൊടുത്ത് അടുപ്പിക്കുന്നത് അമേരിക്കയല്ലേ സാർ? നിങ്ങൾക്ക് അല്ലെന്ന് പറയാൻ പറ്റുമോ? സമാധാനത്തോടെ കഴിയുന്ന രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ച് അവൻ്റെ ആയുധം വിറ്റഴിക്കാൻ വേണ്ടി, അവൻ്റെ ആയുധം ലാഭത്തിന് കൊള്ള വിലയ്ക്ക് വിറ്റഴിക്കാൻ വേണ്ടി ആയുധം കൊടുത്ത് അടുപ്പിക്കുന്നത് അമേരിക്ക അല്ലേ സാർ? അങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ചൈന എന്തിനാണ് മുസ്ലിം മതത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? അല്ല, കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ മുസ്ലിം മത പ്രചരണത്തിന് സ്വാതന്ത്ര്യമില്ല. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ പല സ്ഥലത്തും നിങ്ങൾ അമേരിക്കയിൽ, നിങ്ങൾ ചൈനയിൽ ഞാൻ കൊണ്ടു, അവിടെ മുസ്ലിം പള്ളി ഉണ്ട് സാർ, അവിടെ മദ്രസ ഉണ്ട് സാർ. നിങ്ങൾ അടച്ചുവിടുന്ന അവിടെ എന്താണ്? ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം മദ്രസ പൂട്ടി, പള്ളി അടച്ചു. ഒരു ചൈനയിൽ ഒരു കുഴപ്പമില്ല സാർ. നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള BBC-യുടെ റിപ്പോർട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള BBC ഒക്കെയാണ് പറഞ്ഞത്. ചൈനയിൽ പള്ളി ഇടിച്ചു നിരത്തി, ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പള്ളി ഇടിച്ചു നിരത്തി നിരോധിച്ചെന്ന് കള്ള വാർത്ത അടിച്ചു വിട്ടാൽ ആരാണ് സാർ വിശ്വസിക്കുന്നത്? BBC-യുടെ വാർത്തയാണ്. തലയ്ക്കകത്താണ് താമസമുള്ള. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും, പിന്നെ 1921 കഥ എൻ്റെ പ്രിയ സുഹൃത്തൂടെ പറഞ്ഞു. സാർ, ഇങ്ങനെ തെറ്റിദ്ധാരണ പറയില്ല സാർ. 1921 മുസ്ലിം മാപ്പിളമാരുടെ ചേർത്ത് നിൽപ്പിൻ്റെ ഭാഗമാണെന്ന് എഴുതി വെച്ചത് മുസ്ലിങ്ങളല്ല. നിങ്ങളുടെ ഗവർണറായിട്ടുള്ള ശ്രീധരൻ സാറിന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വേണം ഞങ്ങൾക്ക് അയച്ചു തരാം. മലബാറിലെ ഒരു കൂട്ടം മുസ്ലിം ചെറുപ്പക്കാരുടെ ചേർത്ത് നിൽപ്പിന്റെ ഭാഗമാണ് ഖിലാഫത്ത് എന്ന് പറഞ്ഞത്. ഞാൻ അതിലേക്ക് വരാം. സാർ, ഒരുമിച്ച്, ഈ മലബാറിലെ മാപ്പിളമാരുടെ ഖിലാഫത്തിന് രൂപം നൽകിയത് ആലി മുസലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് മാജി മാത്രമല്ല സാർ. മാധവൻ നായരും MP നാരായണ മേനോൻ ഉണ്ടായിരുന്നു സാർ ഖിലാഫത്ത് സമരം. ആ സമരത്തിൽ സാർ, ഒരുമിച്ച്, ആ സമരത്തിൽ ബ്രിട്ടീഷ് ഭാഗം നിന്ന മാടമ്പിങ്ങളായ ഹിന്ദുക്കളെ ഖിലാഫത്തുകാർ കൊന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മുസ്ലിങ്ങളെയും കൊന്നിട്ടുണ്ട്. ചേക്കുട്ടി പോലീസ് എന്ന് പറയുന്ന ഒരു മുസ്ലിമിനെ വീട്ടിനകത്ത് കയറി തല വെട്ടിയെടുത്തിട്ടുണ്ട് ഖിലാഫത്തുകാർ. എന്താണ്? ബ്രിട്ടീഷ് ഭാഗം നിന്നത് കൊണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിലെ ഒറ്റ കൊടുത്ത ഹിന്ദുക്കളെ ഖിലാഫത്തുകാർ കൊന്നിട്ടുണ്ട്, മുസ്ലിങ്ങളെയും കൊന്നിട്ടുണ്ട്. തുവൂർ കിണറ്റിലെ ഹിന്ദുക്കളെ വെട്ടിയിട്ടിട്ടുണ്ട് കലാപകാരികൾ.
പക്ഷെ ഏതൊരു കലാപം നടക്കുമ്പോഴും അവിടെ കറുത്ത ശക്തികൾ മുതലെടുക്കും സാർ. ഖിലാഫത്തിലെ അത്തരം ആൾക്കാരെ വാരിയങ്ങ് കുഞ്ഞഹമ്മദ് ഹാജി അവരെ പിടിച്ചു കൊണ്ടുവന്ന് കഠിനമായി ശിക്ഷിച്ചിട്ടുണ്ട്. അകാരണമായി ഹിന്ദുക്കളെ നിങ്ങൾ മതം മാറ്റുക, അതിൻ്റെ പിന്നെ മതമാറ്റങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഖിലാഫത്തിൻ്റെ പിന്നിൽ മുസ്ലിം തീവ്ര കുറച്ച് ആൾക്കാർ മതം മാറ്റുക എന്നാണ്. അത് ഖിലാഫത്തുകാർ അവർക്ക് വാണിംഗ് കൊടുത്ത് മതം മാറ്റരുത് എന്ന് പറ. അതുകൊണ്ട് നിങ്ങൾ ഈ 1921 തെറ്റായി വ്യാഖ്യാനം സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും നിങ്ങളിലെ കർഷക സമരമൊന്നും പറഞ്ഞ് അടച്ചാക്ഷേപിക്കരുത് സാർ. ഖിലാഫത്ത് ഇനിയെങ്കിലും ഞാൻ BHP സാറിനോട് പറയും സാർ, ഖിലാഫത്ത് സമരത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, അതിലെ നാരായണ മേനോനും മാധവൻ നായരും അടക്കം, കട്ടളശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ അടക്കം, അതുപോലെ അവിടെ ഒരു വലിയൊരു ഇല്ല ഉണ്ട്, പേര് ഞാൻ മറന്നുപോയി, ആ ഇല്ലത്തെ നമ്പൂതിരിമാരടക്കം ഖിലാഫത്തിൽ ആ സമരത്തിൽ ഭാഗമായിരുന്നു സാർ. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ സമാധാനത്തോടെ ജീവിക്കുന്ന കേരളമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സഹോദരങ്ങൾ പോയി ഇവിടെ വന്ന് നിങ്ങളൊക്കെ ഇങ്ങനെ ഏറ്റവും ശക്തി ആർജിക്കുന്നത് ഈ BHP നേതാവിന്റെ അതൊക്കെ ഞാൻ ഏറ്റവും കൂടെ ബഹുമാനിക്കുന്ന അങ്ങൊക്കെ ഇങ്ങനെ ഈ തീവ്രവാദം പറയുമ്പോൾ സാർ തള്ളിക്കളയണം സാർ. സാർ രാഷ്ട്രപിതാവിനെ സ്വതന്ത്രം നേടിത്തന്ന രാഷ്ട്രപിതാവിനെ കൊന്നൊടുക്കിയത് ആരാണ് സാർ? ആരാണ്? ഒരു വർഷം പോലും ഇവിടെ ജീവിക്കാൻ സംഭവിച്ച മുസ്ലിമാണോ കൊന്നത്? നിങ്ങൾ തീവ്രവാദം എന്ന് പറഞ്ഞല്ലോ, ക്രിസ്ത്യാനിയെ കൊന്നത്, ഒരു ഹിന്ദുത്വ തീവ്രവാദിയല്ലേ കൊന്നത്? നാഥുറാം ബിനോയ് ഗോഡ്സെ ആരാണ് സാർ? മുസ്ലിമാണോ സാർ നാഥുറാം ബിനോയ് ഗോഡ്സെ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന കപ്പിത്താനെ വാഹവത്തെ നാടല്ലേ സാർ? അപ്പൊ എല്ലാം നമ്മുടെ നാട്ടിലും, അതാണ് പറഞ്ഞത്, നമ്മുടെ നാട്ടിലും പാകിസ്ഥാനിൽ മാത്രമല്ല, ബംഗ്ലാദേശിൽ മാത്രമല്ല, ഇറാഖിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലും തീവ്രവാദത്തിന്റെ വിത്തുണ്ട്. കേരളത്തിലാണ് ഏറ്റവും ശക്തം. നമ്മളെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരമ്മ പെറ്റ മക്കളാണ്. ആ ബോധം നമുക്ക് വേണം. നമ്മൾ ആരും അന്യരല്ല. ഇത് രാഷ്ട്രീയം വേറെ, മതം വേറെ, അങ്ങനെ കാണാൻ സാർ നമുക്ക്.